ഹലോ അസ്സാം വലൈക്കും. ഇത് വസീം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് എ സ്റ്റഡി ഓഫ് ദ ഖുറാനിക് ഓത്ത്സ് എന്ന് പറയുന്ന പുസ്തകം. ഹമീദ് അൽ ദീൻ ഫറാഹിയാണ് പുസ്തകത്തിൻ്റെ ഓഥർ. ഇദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ കൺസെപ്റ്റ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഖുറാനിക് ഓത്ത്സ് പറയുന്നത് എന്നുള്ളത്. അത് അദ്ദേഹം സാധാരണ ഈ നിരീശ്വരവാദികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇമാം റാസിൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞു. നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹം ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്താ വെച്ചാൽ, നമ്മളൊക്കെ പഠിച്ചവനെ വെച്ച് സത്യം ചെയ്യുന്നത് പഠിച്ചവൻ നമ്മളെക്കാട്ടി ഹോളി ഹയർ ബീങ് ഒക്കെ ആയിട്ടാണ്. പഠിച്ചവൻ എന്തിന് തൻ്റെ ക്രിയേഷൻ വെച്ച് സത്യം ചെയ്യാൻ സാക്ഷ്യങ്ങൾ പെടുത്തണമെന്ന് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്നത്. അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഇമാം റാസിൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇമാം ഇബ്ൻ ഖയ്യിമിൻ്റെ വ്യൂ ഒന്ന് കാണാം. നമുക്കപ്പോൾ ഇബ്ൻ ഖയ്യിമിൻ്റെ വ്യൂ പോയിന്റ് വായിക്കാം. അല്ലാമ ഇബ്ൻ ഖയ്യിം does not introduce the objections on the use of oaths by Quran before explaining them. He positively explains the oaths of the Quran. While doing so, he points towards facts which remove the germs of confusion and explain our objections on Quranic oaths. His response, I believe, is relatively strong. However, he too, like Razi, fails to follow a single explanation and oscillates between two parallel approaches. While commenting on the surahs which contains any particular oath, he jumps from one view to another. What follows is summary of his response along with my comments on it. It is important to appreciate that Ibn Qayyim adopts inductive approach. He starts with mentioning that oaths are basically taken only by God, His attributes and His signs. അതായത് ഇബ്ൻ ഖയ്യിം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, സാക്ഷ്യപ്പെടുത്തുന്ന ഒന്ന് ദൈവത്തിനെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിഫാത്തുകൾ കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സയൻസ് ആയത്തുകൾ കൊണ്ട്. He writes, He the glorious one swears by certain things to establish some points. He usually swears either by his own name, which has particular attributes, or by his signs. Thus, by swearing by some of his creatures, he has taught us these things are his great signs. അത് പഠിച്ചവൻ എന്തിനെ വെച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ ഒക്കെ അള്ളാഹുവിൻ്റെ ഗ്രേറ്റ് സയൻസ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് അല്ലേ. അങ്ങനെയാണ് അദ്ദേഹം ഇബ്ൻ ഖയ്യിമിൻ്റെ അഭിപ്രായം. അതാണ്. അവർ പ്രസൻറ്റിങ് സം എക്സാമ്പിൾസ് ഇബ്ൻ ഖയ്യിം ചില എക്സാമ്പിൾസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അൽ തിബിയാൻ ഫി അക്സം അൽ ഖുറാൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് നീഡ്സ് ടു ബി അപ്രീഷിയേറ്റഡ് ദാറ്റ് ഓൾമൈറ്റി സ്വിയേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ഫണ്ടമെൻ്റൽ ബിലീഫ്സ് വിച്ച് മെൻ മസ്റ്റ് അക്നോളേജ്. മനുഷ്യരെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹി സ്വിയേഴ്സ് ടു അഫേം ദാറ്റ് ഗോഡ് ഈസ് വൺ, ദാറ്റ് ദ ഖുറാൻ ഈസ് ട്രൂ ആൻഡ് പ്രോഫറ്റ് ഈസ് ട്രൂത്ത്ഫുൾ ആൻഡ് ഫൈനൽ റിട്രിബ്യൂഷൻ ഈസ് യുവർ ടു കം. 4 കാര്യങ്ങളിലാണ് പഠിച്ചവന് സാക്ഷ്യങ്ങൾ പെടുത്തുന്നത്. ഒന്ന്, ദൈവം ഒന്നാണ് എന്നുള്ളതിൽ. രണ്ടാമത് ഖുറാൻ സത്യമാണ് എന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമത് പ്രവാചകൻ സത്യവാനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാന നാൾ വരും, അതായത് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടും. ദാറ്റ് warnings in this regard are not empty threats. Sometimes he swears to affirm the status of man. According to Ibn Qayyim, the Quranic oaths are limited to 3 matters of great religious import. These 3 issues then converge into single one, the attributes of God, as we shall soon see. After this introduction, he does not feel a need to investigate the Jawab al-Qasam, complement of oath. ഓത്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഓത്തിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം അന്വേഷിക്കുന്നില്ല. For he has already identified the sworn of that is belief in the unicity of God, prophethood and the last day. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് എന്നാണ് ഇബ്ൻ ഖയ്യിമിൻ്റെ അഭിപ്രായം. പറഞ്ഞ കാര്യങ്ങളാണ്. ദോസ് themselves prove these beliefs. ഈ സാക്ഷ്യപ്പെടുത്തൽ തന്നെ ഈ വിശ്വാസങ്ങൾ പ്രൂവ് ചെയ്യുന്നത്. While treating the oaths in the beginning of the Surah Al-Asr, he writes, the complement of the oath has been left unstated because what is being affirmed by the oath is already understood. Well, Asr by time എന്ന് പറയുമ്പോൾ
എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും എന്നാണ് ഇബ്നു ഖയ്യിമിൻ്റെ അഭിപ്രായം. That is Tawheed, prophethood and the last day. Each among these three entities are there. ഒന്ന് മറ്റൊന്നിനെ സാക്ഷ്യപ്പെടുത്തണം എന്ന് പറയുന്നത്. Thus when the veracity of the messenger is established, the Quran and the last judgment stand proven. When it is established that Quran is true, the messengers claim to be divine prophet and all claims of the book, including the power of God, are ratified. To resurrect are ratified. Therefore, the complement of oaths is sometimes left unstated. It is taken for granted. In this case, the intention of the author is not to mention what is sworn of. Rather, the only purpose of sharing the oath is to produce glorification of Muqsam bihi and to teach that is a thing that which one must swear an oath. അതായത് ഇബ്നു ഖയ്യിം പറയുന്ന കാര്യം എന്താ വെച്ചാൽ പഠിച്ചത് പോലെ അസെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പറയുന്നില്ല. കാരണം അത് ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വായനക്കാർ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏക ഉദ്ദേശം ആ സൈനെ ഗ്ലോറിഫൈ ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. These things, according to him, lead to his sublime attributes. This is clear from his statement of the oaths occurring at the start of the Surah Al-Buruj. He says, സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു പറയാണ് നക്ഷത്രങ്ങളോട് സാക്ഷ്യം വഹിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ പവർ, അള്ളാഹുവിൻ്റെ ആട്രിബ്യൂട്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സൈനുകളെല്ലാം നക്ഷത്രങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പവറാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാക്ഷ്യം വഹിക്കുന്നത്. വൈ സ്കൈ ഫുൾ ഓഫ് കോൺസ്റ്റലേഷൻസ് വസ്തുമായ യഥാർത്ഥത്തിൽ ബുറൂജ് എന്ന് പറയാനുള്ള കാരണം അതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ പവർ, അള്ളാഹുവിൻ്റെ ആട്രിബ്യൂട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. Following this, he says, the best explanation is that this oath does not need any complement, because in this case the only intention is to highlight the Muqsam bihi and glorification മാത്രമാണ് ഉദ്ദേശം. To make it clear that it is among the great signs of God. ഈ നക്ഷത്രങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത്. Similarly, while dealing with the oaths occurring in the beginning of Surah Talaq, പറയുന്ന കാര്യം അദ്ദേഹം പറയണം. ഇതുപോലെ തന്നെ സൂറത്ത് തലാഖിലും ആയത്തായിട്ട് അവിടെ അള്ളാഹു ആകാശങ്ങളെയും ഭൂമികളെല്ലാം വെച്ചിട്ട് സാക്ഷ്യം വഹിക്കുന്നു. ഇതും അതേ കാര്യം കാണിക്കുമെന്ന് പറയാണ്. Then while stating the oaths occurred in the middle of the same surah, he says, God has sworn by the heavens which showers rain, and by the earth which in turn produces vegetations. All things are signs of God that prove his providence. ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇൻഷിഖാഖിൽ സൂറത്തിൽ പറയാണ്, This twilight, night and moon and other similar things constitute signs which evidence God's providence. They call to perfect his attributes. ഇവിടെ എന്താണ് അള്ളാഹുവിൻ്റെ പ്രൊവിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ പെർഫെക്റ്റ് ആട്രിബ്യൂട്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഈ ആയത്തുകൾ എടുത്തുകൊണ്ടുവരുന്നത്. While dealing with the complements of this oath says, it is possible that complement of this oath is left unstated. The oath does not require a complement, for according to him that is already understood in defined form. കാരണം ഇവിടെ എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഷിഖാഖ് തലാഖിലെല്ലാം എന്തിനാണത് പറയുന്നത് വ്യക്തമാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സ്റ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. The above discussion helps us to see the difference between the view of Razi, who offers different contradictory responses, and that of Ibn Qayyim, who adopts a single method to explain all the Quranic oaths. The method of Ibn Qayyim, I believe, is relatively sounder.
അദ്ദേഹം പറയാൻ കാരണം ഇമാം റാസി ഒരു സ്ഥലത്ത് ഒരു കാര്യം പറയും, മറ്റു സ്ഥലത്ത് വേറെ കാര്യം പറയുന്നുള്ളൂ. പക്ഷേ ഇബിൻ ഖയ്യിമിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലായിടത്തും ഒന്ന് തന്നെയാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി ഓദറിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ഈ ഹമീദ് ഫറായിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. അദ്ദേഹം പറയാണ്, Now I wish to explain the basic function behind Ibn Qayyim's method. He draws on two bases. First, God Almighty is sworn by himself and also by his signs. Swearing by created things is nothing but another form of swearing by God. For these things are his creatures, they are signs of his providence. He thus intended to explain why the third objection mentioned above, which rests on the claim that swearing an oath by ordinary things which are obvious creatures of God means arising the creator himself. അപ്പോൾ അള്ളാഹു ഈ സൃഷ്ടികളെ പറ്റി സാക്ഷിയെ പിടിക്കുന്നത് അള്ളാഹു അവരെ അതിനേക്കാൾ മേലെയാക്കിയില്ല, അള്ളാഹുവിനേക്കാൾ മേലെയാക്കിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് ഇബ്ൻ ഖയ്യിം അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് ഇത് ഓൾസ് എവിഡൻ്റ്ലി കൺസേൺ ദ ക്രിയേറ്റേഴ്സ് നോട്ട് ഗ്രേറ്റർ ദൻ ക്രിയേറ്റർ. ദ ഫാക്ട് ദാറ്റ് ദർ ആർ ഹിസ് സൈൻസ് ആൻഡ് ലീഡേഴ്സ് ടു ഹിസ് അട്രിബ്യൂട്ട് ജസ്റ്റ് നോട്ട് ആഫ്റ്റർ ചേഞ്ച് ദർ സ്റ്റാറ്റസ് ഓഫ് ബീയിങ് മുസ്ലിം ബിഹി. Consider the statement where he says the complement of this oath is sometimes left unstated, but is taken for granted. In such cases, he holds the intention of the oath taker is not to mention what is sworn. Rather, the only purpose of the statement is to clarification and assertion. It also teaches that one can swear by the stated. The above clearly proves that God has sworn by other than himself with an intention to attach glory to them. The crux of the statement therefore would again be that God has sworn by these things considering their glory and അതായത് അള്ളാഹു നക്ഷത്രങ്ങളെ പറ്റി സാക്ഷ്യപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഗ്ലോറി മാത്രമല്ല ആ ക്രിയേഷൻ്റെ ഗ്ലോറിയും കൂടി എടുത്ത് കാണിക്കുക ചെയ്യുന്നത്, അതിൻ്റെ മഹത്വം കൂടി അള്ളാഹു എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓദർ പറയാണ്, I believe there is nothing wrong with the idea that God attaches dignity and honor to some of his creations. Nor do I object if the belief some of his creatures are glorious and exalted. Many small things are great and many insignificant things are noble and seen from different perspectives. What needs to be explained is the status of the created things. It has been raised to a point that Almighty should swear not by them. അദ്ദേഹം പറഞ്ഞൊക്കെ ഓക്കെയാണ്, കാരണം അള്ളാഹു അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്വന്തം ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഓക്കെയാണ്. പക്ഷേ അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത് അള്ളാഹുവിനെക്കാട്ടിയും കുറഞ്ഞ സ്റ്റാറ്റസ് ലെവലുള്ള സാധനങ്ങളാണല്ലോ, അതാണ് ഇബ്ൻ ഖയ്യിം എക്സ്പ്ലെയിൻ ചെയ്യാൻ വിടുന്നത് എന്നുള്ളതാണ്. സെക്കൻഡ്, all evidence that fact mentioned in the Maqsam alayhi by this thesis that he has intended to explain away the second objection. Razi too, as we say, endeavored to do so when he mentioned this point among others. Razi never relied on his explanation consistently. As for Ibn Qayyim, he fully relied on this basis. He explains most of the Quranic oaths in a way that shows the Muqsam bihi evidences the Muqsam alayhi. However, in some instances, he found it difficult to relate Muqsam alayhi and Muqsam bihi. He declared the former is left unstated. In such cases, he considered the oaths as evidence attributes of God among other points I mentioned earlier. Despite the weakness of his response and his occasional remarks that oaths have been brought into order to glorify the Muqsam bihi, he has been right in profession, or at least one can say he has profession in more than one place during the entire discussion. അപ്പോൾ ഓദറിൻ്റെ അഭിപ്രായം ഇബ്ൻ ഖയ്യിമിൻ്റെ അഭിപ്രായം കുറച്ചുകൂടി മെച്ചം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം സ്റ്റാൻഡുമേ എല്ലാ ഓത്തിനും വേറെ വേറെ എക്സ്പ്രഷൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡുമേ അദ്ദേഹം ഉറച്ച് നിൽക്കുക ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഇതൊന്ന് വായിക്കാം. അടുത്തതിൽ വായിക്കാം പ്ലാൻ ഓഫ് ദ പ്രസൻറ്റ് ബുക്ക് എന്നുള്ളത്. ഇന്നിതിവിടെ നിർത്താം. അസ്സലാമു അലൈക്കും.